നേരം പരപരാ പിളർന്ന് തുടങ്ങിയപ്പോഴേക്കും എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ പൊങ്ങി വരാൻ തുടങ്ങി കേട്ടോ. ഏട്ടൻ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് ലഞ്ചും ഒക്കെ ആയിട്ട് ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മക്കൾ എണീറ്റ് വന്നപ്പോഴേക്കാണ് ഞാൻ നല്ല സുടുസുടാ നെയ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ദോശ ഉണ്ടാക്കി വെച്ചാൽ അത്ര ഒരു ഇതുണ്ടാവില്ല, മറ്റേ നെയ്യ് മൊരിച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൽ ഒന്നിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അളവ് വ്യത്യാസം വരാൻ പാടില്ല. പിന്നെ അതിലായിരിക്കും രാവിലെ തടി ഉണ്ടാവുക കൊടുത്തിട്ട്. അതായത് രമണ, ആമക്കളുടെ അമ്മമാർക്ക് കത്തിക്കാണും. എന്തെങ്കിലും ഒരു സാധനത്തിൽ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അവനോടാലേ കൂടുതൽ ഇഷ്ടം എന്നുള്ള ചോദ്യം ഉടൻ തന്നെ വരും കേട്ടോ. അപ്പോൾ അത് ഞാൻ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ മക്കൾക്കും കഴിക്കാൻ കൊടുത്ത് ഞാനും കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിക്കുന്ന ഇത്തിരി നേരത്തേക്ക് എന്തെങ്കിലും സിനിമയോ കാർട്ടൂണോ കണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് ടി വിയും കണ്ടവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനെന്താ കൈയോടെ അങ്ങ് കഴിക്കാനിരിക്കുകയാണ്. ഇപ്പം സമയം 9:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാളെന്താ കഴിച്ചുകൊണ്ട് ടി വി കാണുന്നുണ്ട്. കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ടി വി കാഴ്ചയൊക്കെ നിർത്തി കേട്ടോ. പിന്നെ പയ്യെ പൊന്നൂസ് കളറിങ്ങിനായിട്ട് ഇരുന്നിട്ടുണ്ട്. അച്ചൂട്ടൻ എന്താ ഒരു ബോളുമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഈ ബോള് ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ്, എപ്പോഴും ഒരുമിച്ച് അവർ നടക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പം ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എങ്കിൽ പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടിയ നമ്മുടെ ബുക്സ് എല്ലാം കൂടെ പൊതിഞ്ഞ് വെച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ പൊന്നൂസിൻ്റെ ആണ്. ഇത് പൊതിയാനുള്ള റോളാണ്. പിന്നെ ഇതാ നോട്ട്ബുക്കുകളും ടെക്സ്റ്റും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് പൊതിഞ്ഞ് വെക്കണം. കാരണം ഇനിയിപ്പോൾ സ്കൂളിലേക്കുള്ള പർച്ചേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോഴേക്കും ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് എനിക്ക് മടി പിടിക്കും. എന്നാൽ പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച് ഇത്തിരി ആയിട്ട് പൊതിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പം എനിക്കാണെങ്കിലും എൻ്റെ വീട്ടിൽ ഹൗസ് വാമിങ് വരുന്നുണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ പോയി വരുമ്പം നമുക്കൊന്നിനും സമയം തികയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പയ്യെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 11 മണി 11:30 ഒക്കെ ആയി കാണുമായിരിക്കും. ആ ഒരു സമയത്താണ് ഏകദേശം ഞാൻ ഇരുന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ച് പൊന്നൂസ് വന്നിട്ടുണ്ട്. ഇപ്പം നീ പഠിച്ചോ, അത് കഴിഞ്ഞിട്ട് പയ്യെ നിന്നെ കൊണ്ടും ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ താ ഞാൻ ടെക്സ്റ്റൊക്കെ നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. സ്റ്റാപ്ലർ അടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു 2-3 മാസം കഴിയുമ്പോൾ ഇതൊക്കെ അഴിച്ചുകൊണ്ട് ഇങ്ങ് പോരും. സ്റ്റാപ്ലർ അടിച്ചു കഴിഞ്ഞാൽ സേഫായിട്ട് അങ്ങനെ ഇരുന്നോളൂ. സർവമായ മൂവി കണ്ടുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. ഒന്നെങ്കിൽ പാട്ട് കേൾക്കുക, മൂവി കാണുക, യൂട്യൂബിൽ എന്തെങ്കിലും കാണുക, ഇതൊക്കെ ചെയ്യാണ്ട് എൻ്റെ പരിപാടികളൊന്നും നീങ്ങൂല്ലാന്നേ. അതിനിടയ്ക്ക് എനിക്ക് വിശന്നപ്പോൾ പോയി ചോറൊക്കെ എടുത്തുണ്ടോ ഞങ്ങൾ 3 ആളും കഴിച്ചു കേട്ടോ. അങ്ങനെ ഇരുന്ന് പൊതിഞ്ഞ് എന്താണെന്നറിയില്ല, ഞാൻ പൊന്നൂസിൻ്റെ ടെക്സ്റ്റും നോട്ട്ബുക്കും ഫുൾ അങ്ങോട്ട് പൊതിഞ്ഞ് തീർത്തു കേട്ടോ. എന്തായാലും സന്തോഷം. ഇനിയിപ്പോൾ പയ്യെ അച്ചൂട്ടൻ്റെയും കൂടി പൊതിയണം. ചിലപ്പോൾ അത് വൈകിട്ടും നാളെയൊക്കെ ആയിട്ട് ഞാനതങ്ങ് തീർക്കും കേട്ടോ. കാരണം വീട്ടിൽ ഹൗസ് വാമിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർത്ത് വെക്കണം. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.